ഇന്നത്തെ ജേണിയിൽ നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ടോക്ക് എന്ന് പറയുന്നത് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സാമിനെ കുറിച്ച് ഏറെക്കുറെ എല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ കാണുമെന്ന് അറിയാം. ലൈക്ക് നമ്മൾ ഈ ഒരു എൻറ്റയർ സെഷനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മെൻഷൻ ചെയ്തിട്ടുണ്ട് UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷനെ പറ്റി. അപ്പോൾ അതിനകത്തുള്ള ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് സെലക്ഷൻ കിട്ടുമെന്ന് വെച്ചാൽ അതിനിടയ്ക്കും കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം അല്ലേ. നമ്മൾ ഇത്ര നാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതെങ്കിലും ഒരു സർവീസിലോട്ട്, അതായത് UPSCയുടെ എക്സാം എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ സർവീസിലോട്ട് കയറാം, ഗ്രൂപ്പ് A സർവീസിൽ കയറാം, ഗ്രൂപ്പ് B സർവീസിൽ കയറാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു IPS നമ്മൾ ക്വാളിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു കേഡറിലേക്ക് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു അത്യാവശ്യം നല്ലപോലെ നമ്മൾ പഠിക്കണം, നമ്മൾ എക്സാമിന് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ചൊരു ടഫ് ആണല്ലേ, ഇത് അത്യാവശ്യം ഒരു ടഫ്നെസ് ഒക്കെ ഉള്ള എക്സാം ആണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഈ ഒരു UPSCയുടെ CSE എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടായിരിക്കണം. പഠിക്കുക എന്നുള്ള ഫാക്ടർ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് പഠനം തന്നെയാണ്. പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിലബസിനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, വെൽ ഡിഫൈൻഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ള സിലബസിനകത്തുള്ള പല കാര്യങ്ങളും പഠിക്കുക, വ്യക്തമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തന്നെ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അതിനുശേഷം IPS കേഡറ്റിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് കൂടി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അല്ലേ. നമ്മൾ ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട്, അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വേറെ തന്നെ ഒരു സെക്ഷൻ ആണ് അല്ലേ. ഇപ്പോൾ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഫിസിക്കൽ സ്ട്രെങ്ത്തും മെന്റൽ സ്ട്രെങ്ത്തിനൊപ്പം തന്നെ അത്യാവശ്യം നല്ല ഫിസിക്കൊക്കെ നമുക്ക് വേണമെന്നുള്ള ഒരു ഒരു സെക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പോലീസ് സർവീസ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ കൂടി ഇവർക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഏറെക്കുറെ പറയുന്ന നമ്മുടെ ഒരു ഗൈഡ് ലൈൻസിനകത്ത് പറയുന്നത്. നമുക്ക് ഇങ്ങനത്തെ അതായത് നമ്മുടെ ഹൈറ്റ് ഇത്രയായിരിക്കണം, ചെസ്റ്റ് ഇത്രയായിരിക്കണം, ആയിട്ട് നമ്മുടെ ഐസൈറ്റ് ഇങ്ങനെയായിരിക്കണം. നമുക്ക് ഈ കളർ ബ്ലൈൻഡ് ഉള്ള ആൾക്കാർ, അങ്ങനെ ലൈക്ക് ഈ പൈലറ്റ് ആവാൻ പോകുന്ന ആളുകൾ കളർ ബ്ലൈൻഡ്സ് ഉള്ള ആൾക്കാരെ പൈലറ്റ് ആവാൻ നമ്മൾ എടുക്കാറില്ല. ഐ മീൻ ആ ഒരു പൊസിഷനിലേക്ക് ഹയർ ചെയ്യത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ അതിന് നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സാധനങ്ങളൊക്കെ ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഓരോ സർവീസിലേക്ക് നമ്മൾ ഹയർ ചെയ്യുന്നത്. അപ്പോൾ പോലീസ് സർവീസിനെ സംബന്ധിക്കുന്നിടത്തോളം ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഏറെക്കുറെ ഈ ഒരു ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹൈറ്റ് വേണം, ഈ ഒരു ചെസ്റ്റ് വേണം, അല്ലെങ്കിൽ ഐസൈറ്റ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ക്ലിയറൻസ് ഇത്രയായിരിക്കണം, അതൊക്കെ പറഞ്ഞിട്ടാണ് ഒരാളെ ഹയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എല്ലാ സെഷനിലും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന അലോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന സർക്കുലേഷൻസ് എപ്പോഴും എന്ത് ചെയ്യുക, വായിക്കുക. ഇപ്പോൾ ഓരോ വർഷവും ഗൈഡ് ലൈൻസ് ഇറക്കാറുണ്ട് UPSC. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് 2021 ഉണ്ടായിരുന്ന ഗൈഡ് ലൈൻസ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UPSC അതായത് UPSC റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം വന്നിട്ടുണ്ടെങ്കിലും ആദ്യം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം മാത്രമാണ് വേറെ ഏതെങ്കിലും സൈറ്റ് വർക്ക് അത് അവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഒരു ഒറിജിനൽ സോഴ്സ് അല്ലെങ്കിൽ നമുക്ക് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് കറക്റ്റ് എസൻസോട് കൂടി അല്ലെങ്കിൽ കറക്റ്റ് കാര്യം മനസ്സിലാവുന്നത് എപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകുന്ന സമയത്താണ്. ഈ ഒരു കേസിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പബ്ലിക് പോളിസികൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ പുതിയ പ്രോജക്റ്റ്, ആക്ട്, അത് വേറൊരാൾ ഡിഫൈൻ ചെയ്ത് തരുന്നു എന്നുള്ളതിനപ്പുറത്തോട്ട് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമ്മൾ പോയി നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രൂഫോട് കൂടി സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടുത്തെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പോകേണ്ടത് എങ്ങോട്ടാ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ജസ്റ്റ് നോക്കിയേ, ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് ഇത് അത്യാവശ്യം എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻസ്, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ്, ഫോംസ്, ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സാമിനേഷന്റെ ഡീറ്റെയിൽ, അതായത് ഡേറ്റ്സ് എങ്ങനെയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസ് എന്തൊക്കെയാണ്. ഇപ്പോൾ IPSന്റെ കേസിൽ മാത്രമല്ല കേട്ടോ, UPSC കണ്ടക്ട് ചെയ്യുന്ന ഇത് എല്ലാ എക്സാംസിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കിട്ടും, ഈ ഒരു ഇതിനകത്ത് കിട്ടും. പിന്നെ കട്ട് ഓഫ് എത്ര, ആൻസർ കീ എത്ര, ഈവൻ നമ്മളിപ്പോൾ എക്സാം ക്ലിയർ ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. പിന്നെ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ആൻസർ കീ കാര്യങ്ങൾ, സിലബസ്, സ്കീം, അതായത് എല്ലാം ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ റിക്രൂട്ട്മെന്റ്, അതിന് വേണ്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, അപ്പം ഏതെങ്കിലും ഒരു തസ്തികയിലേക്ക് ഏതെങ്കിലും ഒരു സർവീസിലേക്ക് എടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് ആവശ്യം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടാവും. ലൈക്ക് ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇതിനകത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഈ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ വെബ്സൈറ്റ് ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് ഇപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ വെബ് പേജിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. പക്ഷെ കുറച്ചുകൂടി ട്രൂത്ത്ഫുൾ ആയിട്ട് നമുക്കൊരു ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ UPSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പോവാം. അപ്പൊ ഈ ഒരു സൈറ്റിന്റെ ഒരു ഇത് കണ്ടല്ലോ, ഇതിനകത്ത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഏത് കാര്യത്തിനാണ്, അതായത് UPSC റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം വന്നാലും നമ്മൾ ആദ്യം ഇതിനകത്ത് പോകും, ഇതിനകത്ത് വാലിഡ് ആണോ എന്ന് നോക്കുക, അതിനുശേഷം മാത്രം അതൊന്ന് എൻഷുർ ചെയ്യാം.
അപ്പൊ ഇതെല്ലാവരും ഏറെക്കുറെ കണ്ടല്ലോ. ഇതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓരോ വർഷവും പുറത്തിറക്കുന്ന നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ദ എക്സാം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 വന്നിട്ടുണ്ടായിരുന്ന എക്സാമിനേഷൻ അതിന്റെ ഗൈഡ് ലൈൻസ് ആയിരുന്നു. എന്തൊക്കെയാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് നോക്കാം. അതായത് കാൻഡിഡേറ്റ്സിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഡേറ്റ്, എന്താണ് നമ്മുടെ എക്സാമിന്റെ ഒരു പാറ്റേൺ ആണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മൈനസ് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതായത് ഗൈഡൻസ്, എക്സാമിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് മൊത്തം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ സർവീസുകൾ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളൊരു ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അതായത് UPSC ആദ്യം എന്ത് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയണമെന്നുണ്ടെങ്കിലും, ഒരു ആസ്പിറന്റിന്റെ അടുത്ത് അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്ന ഒരാളുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഗൈഡ് ലൈൻസിലാണ് പറയുക. അപ്പോൾ ബാക്കിയുള്ള വെബ്സൈറ്റുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിന് പോയി നോക്കി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഇത് എവിടെയൊക്കെയാണ്, അതായത് സെൻട്രൽ ഓഫ് സിവിൽ സർവീസ് പ്രിലിംസിന്റെ സെന്റേഴ്സ് എവിടെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എലിജിബിലിറ്റി കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഇൻട്രോ പറഞ്ഞ സമയത്ത് നാഷണാലിറ്റി ഇതിൽ മാറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ ഏജ് ലിമിറ്റ് മാറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്തൊക്കെയാണ്, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ത് വേണമെന്നും, പിന്നെ മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്. അതായത് UPSC നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിനകത്ത്, അല്ലെങ്കിൽ ഈ ഒരു പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിയതിന് ശേഷം മാത്രം പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ വർഷത്തെയും ഗൈഡ് ലൈൻസ് വായിക്കുക. എന്നിട്ട് അതിനകത്ത് എൻഷുർ ചെയ്തതിന് ശേഷം എല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തി നീഡ്ഫുൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ വർഷവും എക്സാമിന് പോയിരിക്കാൻ. ഓക്കെ, അപ്പൊ ഏറെക്കുറെ ഈ ഒരു സംഭവം കണ്ടല്ലോ. അതായത് നമ്മുടെ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങളും എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഇതിൽ വന്നിട്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സൈറ്റ് തന്നെ യൂസ് ചെയ്യുക, ഗൈഡ് ലൈൻസ് യൂസ് ചെയ്യുക, എല്ലാം ആക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കാം അല്ലേ. അപ്പൊ നമ്മൾ ഗൈഡ് ലൈൻസിന്റെ കാര്യം പറഞ്ഞു, അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ ബ്ലഡ് പ്രഷർ ഇങ്ങനെയായിരിക്കണം, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമുള്ള അതിനനുസരിച്ചുള്ള നീഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോയേക്കുക. അപ്പൊ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു എക്സാമും ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം നമ്മളെ പ്രൊബേഷണറി പീരീഡ് എന്നുള്ള രീതിയിൽ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് എവിടെ നിന്ന് വരുന്നു, ലെബസ്ലയിൽ വരുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നാഷണൽ പോലീസ് അക്കാഡമിയിലോട്ട് പോകുന്നു. നാഷണൽ പോലീസ് അക്കാഡമിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. ആദ്യത്തെ നമുക്ക് കുറച്ച് ഓറിയന്റേഷൻ ക്ലാസ് അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് സെഷൻ ഒക്കെയാണ് തരുന്നതെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് ബാക്കിയുള്ള ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിസിക്കലി നമ്മളെ ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. നിങ്ങൾ ഏറെക്കുറെ കാണുന്നുണ്ടാവില്ല എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ഈ നാഷണൽ പോലീസ് അക്കാഡമിയിൽ നടക്കുന്നതെന്ന്. അത്യാവശ്യം ഹോഴ്സ് റൈഡിങ് ഉണ്ട്, പിന്നെ നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഓഫ് ട്രെയിനിങ് നമുക്കറിയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാരാമിലിറ്ററി ഫോഴ്സിനെയൊക്കെ നമ്മൾ ലീഡ് ചെയ്യാൻ വേണ്ടി പോവാറുണ്ട് IPS ഓഫീസേഴ്സ്. പിന്നെ അതുപോലെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിന് പോകേണ്ടി വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇന്റേണൽ വയലൻസ് വരുന്ന സമയത്ത് നമ്മുടെ ഡ്യൂട്ടി തന്നെ റൂൾ ഓഫ് ലോ ആണല്ലോ, അവരുടെ റൂൾ ഓഫ് ലോ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്താണ് അതിനനുസരിച്ചുള്ള ഒരുപാട് തയ്യാറെടുപ്പുകൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനും ആവശ്യമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തന്നെയാണ് ഇവരുടെ ഒരു ട്രെയിനിങ് സെഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ ആർമി അറ്റാച്ച്മെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർമി ബേസ് ക്യാമ്പ് പോകുന്നു, അവിടെ നിന്ന് അവരുമായിട്ട് അതായത് നമ്മുടെ ഈ ഒരു ഭാരത് ദർശൻ ടൈമിൽ നമ്മുടെ ഒരു നാടിനൊന്ന് അറിയുക എന്നുള്ള ഒരു പീരീഡ് തന്നെയാണ് ശരിക്കും. ആ ഒരു സമയത്ത് തന്നെയാണ് ഇവർക്ക് ആർമി അറ്റാച്ച്മെന്റ് വരുന്നത്. ആർമി അറ്റാച്ച്മെന്റ് കിട്ടുന്ന സമയത്ത് ഇവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ആർമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം അറിയാലോ. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറെ പാരാമിലിറ്ററി ഫോഴ്സിനൊക്കെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ IPS ഓഫീസേഴ്സ് ആണ് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. CRPF ബറ്റാലിയന് ലീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ബോൾഡ് ആയിരിക്കണം, നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അറിയണം അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവരെന്ത് വെപ്പൺസ് ആണ് യൂസ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ആർമി അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഒരു ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം രസകരമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും. കുറച്ച് ഫിസിക് ഒന്ന് ബിൽഡ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എല്ലാത്തിനെയും നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല അവിടെ ഒരുപാട് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് നടക്കാറുണ്ട്, ഓപ്പൺ ടോക്സ് നടക്കുന്നു, അല്ലെങ്കിൽ പോളിസികളെ പറ്റിയിട്ട്. കാരണം അതൊന്നും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന ഒരു IPS ആയിട്ട് കയറുന്ന ഒരാൾ ഒരിക്കലും ഈ ഒരു പോലീസ് സർവീസിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ അവിടെ തന്നെ ത്രൂ ഔട്ട് നിൽക്കണം എന്നില്ല. അതിനപ്പുറത്തോട്ട് ഒരുപാട് ഡയറക്ടർ ബോർഡിന്റെ മെമ്പേഴ്സ് ആയിട്ടും പബ്ലിക് പോളിസികളൊക്കെ ഇൻവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഹെഡായിട്ടൊക്കെ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, അലോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് അതിനെ പബ്ലിക് പോളിസികളെ പറ്റിയിട്ടൊക്കെ ഒരു ചെറിയൊരു നോളജ് ഉണ്ടായിരിക്കണമല്ലോ, എങ്ങനെ ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് ആൻഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഈ ഒരു ഇന്ററാക്റ്റീവ് സെഷനകത്ത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയും പഠിപ്പിക്കുന്നുണ്ട്.
ഇങ്ങനെ സെലക്ഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന ആളുകളെ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് എന്നല്ല, കാര്യങ്ങളൊക്കെ ഒന്ന് ഒഫീഷ്യലി പഠിച്ച് വരാൻ വേണ്ടിയിട്ട് പ്രൊബേഷണറീസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആയിട്ട് നമ്മൾ നിയമിക്കുന്നു. അതിനുശേഷം നമ്മൾ ഹയർ ചെയ്ത് പോയിട്ട് DGP വരെ എത്താവുന്നതാണ്. അതുകൂടാതെ ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല കാലിബർ ഒക്കെ ഉണ്ട് എന്നുള്ള രീതിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും യൂണിയൻ ടെറിട്ടറിയുടെ ഒക്കെ ലഫ്റ്റനന്റ് ഗവർണറൊക്കെ ആയിട്ടുള്ള പോസ്റ്റിംഗ് ആർക്ക് കിട്ടുന്നുണ്ട്, IPSകാർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു IB, RO, പിന്നെ NIA, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് CBI, ക്രൈം ബ്രാഞ്ച്, വിജിലൻസ്, അങ്ങനെ ഒരുപാട് വലിയ വാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബ്രോഡ് ആയിട്ടുള്ള ഒരു സർവീസ് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു IPS ഫീൽഡിൽ കാത്തിരിക്കുന്നുണ്ട്. സോ കാണുന്ന എല്ലാവരും, ആസ്പിരൻസ് എല്ലാവരും ട്രൈ ചെയ്യുക. IPS ആഗ്രഹമുള്ളവർ കുറച്ചുകൂടി എന്താണ് IPSനകത്ത് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീരീസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. ഇൻട്രൊഡക്ഷൻ പാർട്ടിലോട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും കേട്ടോ. ലൈക്ക് എന്തൊക്കെയാണ് ഹിസ്റ്ററി, എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇതിപ്പം ഏത് ആക്ടിന്റെ ബേസിലാണ് ഇങ്ങനെ ഇപ്പം നിൽക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നെക്സ്റ്റ് ഒരു സെഷനുമായിട്ട് പിന്നെയും കാണാം. ബൈ.